പാതാൾ ലോക് സീസൺ 2. പാതാൾ ലോക് സീസൺ 1നെ കുറിച്ച് പറയുവാണെങ്കിൽ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം, വൺ ഓഫ് ദി ബെസ്റ്റ് ഇന്ത്യൻ വെബ് സീരീസ് ടു എവർ റിലീസ്. ഗ്രിറ്റി ആൻഡ് റിയലിസ്റ്റിക് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ, പോലീസ് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. I'd say closest to the realism we portray in Malayalam films. ഫസ്റ്റ് സീസൺ എന്ന് വെച്ചാൽ വളരെ വളരെ ക്രിട്ടിക്കലി അക്ലെയിംഡ് ആയ സീരീസാണ്. ഓഡിയൻസസ് ഒത്തിരി എൻജോയ് ചെയ്ത സീരീസാണ്. ഞാൻ പറഞ്ഞില്ലേ, ആരോട് ചോദിച്ചാലും ഏത് ആളിനെ വിളിച്ച് ടോപ്പ് 3 ഇന്ത്യൻ വെബ് സീരീസ് ഏതാണെന്ന് ചോദിച്ചാൽ പുള്ളിയുടെ ആ ടോപ്പ് 3 അല്ലെ ടോപ്പ് 5 ലിസ്റ്റിൽ പാതാൾ ലോക് കാണും. ടോപ്പ് 3 തന്നെ കാണും. ഐ എം 100% ഷുവർ. എൻ്റെ കാര്യത്തിലുണ്ട്. സോ അങ്ങനത്തെ ഒരു വെബ് സീരീസ് ഉണ്ടാക്കിയിട്ട് ഒരു വേറെ ലെവൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എല്ലാവരുടെയും ഡിമാൻഡ് സീസൺ 2 ആയിരുന്നു. 5 വർഷം എടുത്തു ഓൾമോസ്റ്റ്. എന്നിട്ട് ഫൈനലി ജനുവരിയിൽ സീസൺ 2 പാതാൾ ലോക് സീസൺ 2 റിലീസായി. ഒത്തിരി പ്രൊമോഷനൊന്നും കൊടുത്തില്ല. ജസ്റ്റ് 1 month അകമാണ് ട്രെയിലർ ഇറങ്ങിയത്. ഡേറ്റ് പറഞ്ഞായിരുന്നു, റിവീലായിരുന്നു ഇച്ചിരി നാൾ മുമ്പേ. 1 month അകോ ട്രെയിലർ ഇറങ്ങി. എന്നിട്ട് പിന്നെ ഇപ്പം ഹൈപ്പൊന്നും ഇല്ലാതെ സീരീസും റിലീസായി ആമസോൺ പ്രൈമിൽ. സത്യം പറഞ്ഞാൽ ഈ സീരീസിന് ഹൈപ്പിൻ്റെ ആവശ്യമില്ല. കാരണം ട്രെയിലർ ഇറങ്ങിയപ്പം തന്നെ ഹൈപ്പ് ക്രിയേറ്റായി. കാരണം പാതാൾ ലോക് സീസൺ 1 എന്ന് വെച്ചാൽ ഒരു എലീറ്റ് ലെവൽ വെബ് സീരീസാണ്. അതിൻ്റെ സീസൺ 2 ഇറങ്ങുന്നതെന്ന് വെച്ചാൽ അതിന് കൂടുതൽ പ്രൊമോഷൻ്റെ ആവശ്യമൊന്നുമില്ല. ആൾക്കാരെന്തായാലും കാണും. അങ്ങനെ ഹൈ എക്സ്പെക്റ്റേഷൻസുമായിട്ട് ഞാൻ സീസൺ 2 കാണാൻ തുടങ്ങി. ഞാൻ എൻ്റെ ട്രെയിലർ ഒത്തിരി ഒന്നും കണ്ടില്ല. ഇച്ചിരി സ്റ്റാർട്ടിങ്ങിലൊക്കെ കണ്ടായിരുന്നു. ട്രെയിലറിനകത്ത് തന്നെ റിവീൽ ചെയ്ത് സീസൺ 2 സ്റ്റോറി വിൽ ബി ബേസ്ഡ് ഔട്ട് ഓഫ് നാഗാലാൻഡ്. സോ ഐ വാസ് എക്സൈറ്റഡ്. ഓക്കെ, നൈസ്, ഗുഡ്, ഒരു ചേഞ്ച്. I don't think that side has been very much explored, Indian cinema and web series. സോ അങ്ങനെ ഈ സീരീസ് കാണാൻ തുടങ്ങി. സീരീസിൻ്റെ സ്റ്റോറി എന്ന് വെച്ചാൽ നാഗാലാൻഡ് സദൻ ന്യൂഡൽഹിയിൽ ഒരു വലിയ നാഗ പൊളിറ്റിക്കൽ ലീഡറിൻ്റെ മർഡർ നടക്കുന്നുണ്ട്. ആ മർഡർ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മുടെ ലീഡായിട്ടുള്ള പോലീസ് ഓഫീസർ ഹാത്തിറാം ചൗധരി, പുള്ളി ഡൽഹി പോലീസിലെ ഒരു സാധാരണ ഒരു ഓഫീസറാണ്. പുള്ളി ഒരു ആസ്പെക്റ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ പുള്ളിയോട് തന്നെ, പുള്ളിയോടല്ല, വേറെ ഒരു ആസ്പെക്റ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് IPS ഓഫീസറായ ഒരു ക്യാരക്ടറാണ്. പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി. ഈശ്വക് സിംഗ് ആണ് റിയൽ നെയിം ഓഫ് ദി ആക്ടർ. ഇമ്രാൻ ഓഫീസർ ഇമ്രാൻ. അപ്പം സീസൺ 1 കണ്ടവർക്ക് അറിയായിരിക്കും, ഇവർ രണ്ടുപേരും വളരെ ക്ലോസ് ആണ്. കാരണം ഈ ഓഫീസർ ഇമ്രാൻ പോലീസിൽ ചേർന്നപ്പം ഹാത്തിറാം ചൗധരിയുടെ അണ്ടറിലാണ് വർക്ക് ചെയ്തത്. സീസൺ 1 മൊത്തം അതാണ്. ഹാത്തിറാം ചൗധരിയും ഓഫീസർ ഇമ്രാനും ഒരുമിച്ചാണ് വർക്ക് ചെയ്തത്. ഹാത്തിറാം ചൗധരി സീനിയറും ഇമ്രാൻ ജൂനിയറും. പക്ഷേ ഈ ഇമ്രാൻ പുള്ളി IPS ഒക്കെ ക്ലിയറായി, ഇപ്പോൾ ഒരു IPS ഓഫീസറായി. പുള്ളി ഇപ്പം ഹാത്തിറാം ചൗധരിയെക്കാട്ടിലും സീനിയർ ലെവലിലാണ്. അപ്പം പുള്ളി വേറെ ലെവലിലൊരു ആ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു. ഹാത്തിറാം ചൗധരി വേറെ ഒരു ക്ലൂവും പോയിൻറ്റും പിടിച്ച് കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു. പിന്നെ ആസ് ആൻഡ് വെൻ ദി ഇൻവെസ്റ്റിഗേഷൻസ് പ്രോഗ്രസ്, ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഒരുമിച്ച് നാഗാലാൻഡിൽ പോകുന്നു. പിന്നെ അവിടെ എന്താണ് സംഭവം, ആരാണ് ഈ പൊളിറ്റിക്കൽ ലീഡറിനെ കൊന്നത്, എന്നാണ് അതിൻ്റെ പിന്നിലുള്ള മോട്ടീവ്, അത് കണ്ടുപിടിക്കുന്നതാണ് സ്റ്റോറി. ഓവറോൾ ഒരു വെറൈറ്റി സ്റ്റോറിയിൽ ഇതാണ്. ആസ് ഐ സെഡ്, ഇറ്റ്സ് ബേസ്ഡ് ഔട്ട് ഓഫ് നാഗാലാൻഡ്. സോ ഒരു പുതിയ പ്രമൈസാണ്. നമ്മളൊരു മൂവിയുടെ ത്രൂ ഒരു പുതിയ പ്രമൈസ് കാണുമ്പോഴും എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴും അതിൻ്റേതായ ഒരു ഇൻട്രസ്റ്റിംഗ് ആസ്പെക്റ്റ് ഉണ്ട്. ഇറ്റ് കീപ്സ് യു ഹുക്ഡ്. അറ്റ്ലീസ്റ്റ് ഫോർ ദ ഫസ്റ്റ് 2-3 episodes, that new premise is enough to keep you hooked. And then obviously the story has to take over. That's what happened in, like, I'm not comparing these two films, but a new setting. ഹുക്ക് എന്ന് വെച്ചാൽ അവതാർ മൂവി എടുക്കുകയാണെങ്കിൽ പാൻഡോറ എന്ന് പറഞ്ഞ വലിയൊരു പുതിയ ലോകം, നമ്മൾ ഇതുവരെ കാണാത്തൊരു ലോകം, അത് എക്സ്പീരിയൻസ് ചെയ്തപ്പം തന്നെ ഒരു വേറെ ലെവൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടി. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് നാഗാലാൻഡിൻ്റെ കൾച്ചറും
അവിടുത്തെ ആൾക്കാരുടെ ബിഹേവിയർ ടുവേർഡ്സ് ടൂറിസ്റ്റും, പിന്നെ നോട്ട് ടൂറിസ്റ്റ് ടു ബി ഓണസ്റ്റ്, ഔട്ട്സൈഡേഴ്സ്, നോർത്ത് ഇന്ത്യൻസ് ആയാലും സൗത്ത് ഇന്ത്യൻസ് ആയാലും അങ്ങനെ ഔട്ട്സൈഡേഴ്സുമായി അവരുടെ റിലേഷൻഷിപ്സും അവിടുത്തെ കൾച്ചർ, അവരുടെ ജീവിതശൈലി, അതൊക്കെ നമുക്ക് കാണാൻ കിട്ടുന്നു. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് 2 എപ്പിസോഡ്സൊക്കെ മെല്ലെ മെല്ലെ ഇൻവെസ്റ്റിഗേഷൻ സ്ലോലി പ്രോഗ്രസ് ചെയ്യുന്നു. പിന്നെ സീസൺ 1 പോലെ തന്നെ ഒരു സ്പൈറലാണ്. ഒരു ഡേർട്ടി വേൾഡിൻ്റെ അകത്തോട്ട് ഈ 2 ഓഫീസേഴ്സും സ്പൈറൽ ചെയ്ത് പോവാണ്. ഇൻ എ വേ വിച്ച് ദേ വിൽ നെവർ ബി ഏബിൾ ടു കം ഔട്ട്. അപ്പം അങ്ങനെ ഡൗൺ സ്പൈറലായിട്ടും ഇൻവെസ്റ്റിഗേഷൻ കണ്ടിന്യൂ ചെയ്ത് ഇവർ ഫേസ് ചെയ്യുന്ന ഓരോരോ പ്രോബ്ലംസ്, അത് ലോജിസ്റ്റിക്കൽ ഇഷ്യൂ ആയാലും സപ്പോർട്ട് കിട്ടാത്ത ഇഷ്യൂ ആയാലും തന്നെ ആയിപ്പോകുന്ന ഇഷ്യൂസ് ആയാലും ബാക്ക്ഗ്രൗണ്ടിൽ ഇവരുടെ ഫാമിലിയിൽ നടക്കുന്ന ഇഷ്യൂസ് ആയാലും, പിന്നെ കേസ് പ്രോഗ്രസ് ചെയ്യുമ്പം പുതിയ ക്ലൂ കിട്ടുന്നു, പക്ഷേ ആ ക്ലൂ എല്ലാം വേസ്റ്റ് ആയി പോകുന്നു. ആസ്പെക്ട് ദി ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദാറ്റ് ആസ്പെക്ട് കംസ് ടു ഡെഡ് എൻഡ്. അങ്ങനെ നമ്മളെ ഹുക്ക് ചെയ്തുകൊണ്ട് ലാസ്റ്റിലൊരു ഉഗ്രൻ ക്ലൈമാക്സ് വരെ കൊണ്ടുപോകുന്ന ഒരു അടിപൊളി ഫോളോ അപ്പ് ടു സീസൺ 1 ആണ്. ചിലപ്പോഴൊക്കെ നമ്മൾ കാണും സീസൺ 1 അടിപൊളിയായിരിക്കും, സീസൺ 2 അങ്ങ് ഫ്ലാറ്റായി പോകും. സീക്രട്ട് ഗെയിംസ് പ്രൈം എക്സാമ്പിളാണ്. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. സീസൺ 2 ഈസ് ആറ്റ് ദ ലെവൽ ഓഫ് സീസൺ 1 ഐ വിൽ സേ. അത് സ്റ്റോറി ആയാലും ഓവറോൾ സീരീസ് ക്യാപ്ചർ ചെയ്ത ടെക്നിക്കാലിറ്റി ആയാലും, അത് ഡയറക്ഷൻ ആയാലും, സ്റ്റോറി എങ്ങനെ ബ്ലെൻഡ് ചെയ്യുന്നു, ഓരോരോ ക്യാരക്ടറിൻ്റെ ആർക്ക് എങ്ങനെ കൊണ്ടുവന്ന് സ്റ്റോറിയുടെ മെയിൻ സ്പൈനിലെ സ്റ്റോറിയുമായിട്ട് ലിങ്ക് ചെയ്യുന്നു, ഫാമിലിയിൽ എന്ത് നടക്കുന്നു, റിലേഷൻഷിപ്സിലെ അണ്ടർ കറൻസ്, പിന്നെ ഓഫീസേഴ്സിൻ്റെ ഇടയ്ക്കുള്ള കമാഡ്രിയും ആ റിലേഷൻഷിപ്പും, ഡൽഹി പോലീസിൻ്റെയും നാഗാലാൻഡ് പോലീസിൻ്റെയും ആദ്യം അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പം ഇത് വർ കോൾ ടു ഈച്ച് അതർ. പക്ഷെ പിന്നെ എങ്ങനെ ഓരോരോ ക്യാരക്ടേഴ്സും മറ്റേ ക്യാരക്ടേഴ്സിൻ്റെ കൂടി ജെല്ലാന്ന്, പിന്നെ വർക്കിംഗ് ടുഗെദർ, അതൊക്കെ കാണുമ്പോൾ ഇതെല്ലാം വരുമ്പം ഫൈനലി സീരീസ് തീർന്നു കഴിയുമ്പം ഒരു ഫുൾ സർക്കിളാണ്. ഇറ്റ് ലീവ്സ് അസ് വിത്ത് എ വെരി സാറ്റിസ്ഫൈഡ് എൻഡിങ്. പിന്നെ ഈ സീരീസിൽ കാണിക്കുന്ന ഈ ഊളത്തരം ഒന്നും കാണിച്ചിട്ടില്ല. അടിപൊളി സ്റ്റോറി കൊണ്ടുവന്നിട്ട് ലാസ്റ്റിൽ സീരീസ് ഓവർ, ഇനി നെക്സ്റ്റ് സീസണിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, 2 വർഷം വെയിറ്റ് ചെയ്യുക, അങ്ങനെയൊന്നുമില്ല. ഈ സ്റ്റോറിയുടെ ഫുൾ കൺക്ലൂഷനും ഫുൾ സർക്കിളും ഫുൾ എൻഡിങ് എല്ലാം ഉണ്ട് ടു ലീവ് യു സാറ്റിസ്ഫൈഡ് ബൈ ദി എൻഡ്. അപ്പം അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ എൻ്റെ ടോപ്പ് 3 പാതാൾ ലോക് സീസൺ 1 സീസൺ 2 രണ്ടും ഉണ്ട്. കാരണം സീസൺ 2 ഇസ് ആസ് ഗുഡ് ആസ് സീസൺ 1 ഗൈസ്. ഇത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ സീസൺ 1 കാണുക, സീസൺ 2 കാണുക. സ്പെഷ്യൽ ഷൗട്ട് ഔട്ട് ടു ദ ടീം ബിഹൈൻഡ്. ഡയറക്ടർ ആയാലും അവിനാഷ് അരുൺ ധവരെ, പുള്ളിയുടെ റീസെൻ്റ്ലി ഇറങ്ങിയ ഒരു പടം ഞാൻ കണ്ടായിരുന്നു, 3 of Us. അതിൻ്റെ അകത്തും ലീഡ് ആക്ടർ നമ്മുടെ ജയദീപ് ഏലാവട്ടാണ്. ഒരു വെരി ഫീൽ ഗുഡ് ഇമോഷണൽ റൊമാൻറ്റിക് മൂവിയാണ്. റൊമാൻറ്റിക് മൂവി നമ്മൾ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന യങ് ആൾക്കാരുടെ റൊമാൻറ്റിക് സ്റ്റോറി അല്ല. ഇത് ഇച്ചിരി സീനിയർ ലെവൽ ആൾക്കാരുടെ റൊമാൻറ്റിക് മൂവിയാണ്. ഒരു 40s ഉള്ള ആൾക്കാരുടെ ഒരു റൊമാൻറ്റിക് മൂവിയാണ്. ഒരു ലവ് ട്രയാങ്കിൾ സോർട്ട് ഓഫ് മൂവിയാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫിലിം. അതും ഏതോ ഒരു OTT പ്ലാറ്റ്ഫോമിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്, 3 of Us. അത് നിങ്ങൾ കാണണം. അവിനാഷ് അരുന്നവരെ ഡയറക്ടറായാലും സിനിമാറ്റോഗ്രാഫിയും പുള്ളി മെയിൻലി സ്വന്തമായിട്ടാണ് ചെയ്തത്, അലോങ് വിത്ത് ഇഫ് ഐ എം നോട്ട് റോങ് സൗരഭ് ഗോസ്വാമി. ഇവർ രണ്ടുപേരും. അവിനാഷ് അരുന്നവരെ ഒഫീഷ്യലി ഒരു സിനിമാറ്റോഗ്രാഫറാണ്, പക്ഷേ ഡയറക്ഷനും ചെയ്തിട്ടുണ്ട്. ബ്യൂട്ടിഫുള്ളി ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അത് ഡൽഹി ആയാലും നാഗാലാൻഡ് ആയാലും. പിന്നെ ഇത് നല്ല ഗ്ലിറ്റ്സും ഗ്ലാമറുള്ള ചില സീക്വൻസസ് ഒക്കെ ഉണ്ട്. അതും പിന്നെ ഗ്രിറ്റി റിയലിസം, നാഗാലാൻഡ് ജംഗിളിലൊക്കെ പോയി ഷൂട്ടിങ് നടക്കുന്നു, ചേസിങ് നടക്കുന്നു, നാഗാലാൻഡ് സിറ്റി ഫുൾ നാവിഗേറ്റ് ചെയ്യുന്നു. ആ സീക്വൻസസ് എല്ലാം നല്ല അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് വേറെ ഒരു കാര്യം ഈ സീരീസിൻ്റെ അകത്ത് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ മ്യൂസിക് ആരായതെന്ന് നോക്കിയപ്പം വരുൺ ചന്ദ്രവാക്കർ, ബെനഡിക്ട് ടേലർ. നല്ല ഹോളിവുഡ് ടച്ചുള്ള മ്യൂസിക്കാണ്. സ്ട്രിങ്സും പെർക്കഷൻസും ഒക്കെ വേണ്ടിയിടത്ത് യൂസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് ഒരു മിസ്റ്റീരിയസ്, ഒരു മൂവിയുടെ ആ ഡാർക്ക് ഗ്രിറ്റി നേച്ചറിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന മ്യൂസിക്കാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് ഒബ്വിയസ്ലി ഓവറോൾ സീരീസിൻ്റെ ആ ഫീലിനെ എലിവേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പറഞ്ഞെടുക്കേണ്ടത് ആക്ടിങ്.
ജയദീപ് അലാവട്ട്, ഹാത്തിറാം ചൗധരിയുടെ റോൾ പ്ലേ ചെയ്ത ആക്ടർ. സത്യം പറഞ്ഞാൽ ഹി വാസ് ബോൺ ടു പ്ലേ ദിസ് റോൾ മാൻ. ഹി വാസ് ബോൺ ടു പ്ലേ ദിസ് ക്യാരക്ടർ. എനിക്കിനിയും വേറെ ഒരാളിനെ ചിന്തിക്കാൻ പറ്റത്തില്ല ആ ക്യാരക്ടറിൽ. ജയദീപ് ആണ്. പുള്ളിയുടെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ്, അടി കിട്ടുമ്പം വേനെടുക്കുന്ന എക്സ്പ്രഷനും ഇറിറ്റേഷനും, പുള്ളി ഒരു റേജ് നിറഞ്ഞൊരു ആങ്കർ ഇഷ്യൂസ് ഉള്ള ഒരു മനുഷ്യനാണ്. അങ്ങ് ആരുടെ മേളിലും അങ്ങ് ചൂടാവും. അറിയാനേ എന്നുള്ള ഒരാളുടെ ക്യാരക്ടറാണ്. അപ്പം ഇച്ചിരി ഫിസിക്കലാണ്, റേജ് ഉണ്ട്. ആ ഇമോഷൻസൊക്കെ പുള്ളി പോർട്രേ ചെയ്യുന്നത് കണ്ട എൻ്റെ മോനെ, റിയലിസം ഒട്ടും ഫേക്കായിട്ട് തോന്നത്തില്ല. പുള്ളിയുടെ ആ ഒരു മാച്ചോ ഒരു ക്യാരക്ടറും ഉണ്ട് പുള്ളിയുടെ അകത്ത്. പക്ഷേ അതേസമയം ഒരു വെരി ടെൻഡർ, ഇമോഷണൽ, കൊച്ചു പിള്ളേരെയൊക്കെ കാണുമ്പോഴത്തേക്ക് പുള്ളിയുടെ ഒരു പേരൻസ് റീസെൻ്റ്ലി കില്ലായ ഒരു കൊച്ചുണ്ട് ഈ സീരീസിൻ്റെ അകത്ത്. ആ കൊച്ചിനെയൊക്കെ കാണുമ്പോൾ പുള്ളിയുടെ ഇമോഷൻസ്, നമ്മുടെ പുള്ളിയുടെ ഫേസിലെ എക്സ്പ്രഷൻസൊക്കെ കാണുന്നത് അങ്ങനെ. അപ്പം ഒരു വെബ് സീരീസ് കിട്ടാവുന്ന ഏറ്റവും അടിപൊളി റീസെൻറ്റ് ടൈംസിലുള്ള ലീഡ് പെർഫോമൻസാണ് ജയദീപ് അലാവട്ട് ചെയ്തു വെച്ചേക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പുള്ളിക്ക് ഏബിളി സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഓഫീസർ ഇമ്രാൻ ആയാലും, പിന്നെ തിലോത്തമ ഷോം വളരെ ഫേമസ് ആണ് ഈ വെബ് സീരീസ് സർക്കിളിൽ. പുള്ളിക്കാരത്തേക്ക് നല്ല റോൾ കിട്ടിയിട്ടുണ്ട് നാഗാലാൻഡ് പോലീസ് ഓഫീസറായിട്ട്. നാഗാലാൻഡ് പോലീസ് ഓഫീസിലെ പോലീസ് ടീമിലെ ഒരു ഓഫീസറായിട്ട് പുള്ളിക്കാരത്തി നല്ലപോലെ ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട, പുള്ളിക്കാരത്തി നോർത്ത് ഈസ്റ്റ് ആക്സെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ആ ക്യാരക്ടറിൽ. ആ നോർത്ത് ഈസ്റ്റ് ആക്സെൻറ്റ് ഫേക്കായിട്ട് തോന്നിയിട്ടില്ല, ഒറിജിനലായിട്ടേ തോന്നിയിട്ടുള്ളൂ. മേ ബി പുള്ളിക്കാരത്തി ഷീസ് ഫ്രം വെസ്റ്റ് ബംഗാൾ, ഷീസ് ബംഗാളി, ആൻഡ് ദാറ്റ്സ് വൈ ദ ആക്സെൻറ്റ് ഗെറ്റ്സ് മിക്സ്ഡ് വിത്ത് ഇറ്റ്. അപ്പോൾ അങ്ങനെ ആക്ടിങ് ആയാലും സ്റ്റോറി ആയാലും ഡയറക്ഷൻ ആയാലും, സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞാൽ നമ്മുടെ മലയാളം സിനിമയിൽ നമ്മൾ കാണുന്ന ഈ ഗ്രിറ്റി, ട്രൂ, ഓൺ ഗ്രൗണ്ട് ക്രൈം സ്റ്റോറീസ് ഇല്ലേ, അങ്ങനത്തെ ഒരു ഫീലാണ്. ഇറ്റ് ഈസ് ദ ക്ലോസസ്റ്റ് ഹിന്ദി സിനിമ ഓർ എ സീരീസ് ഹാസ് എവർ കം ടു ദ ടെക്നിക്കൽ ബ്രില്യൻസ് ഓഫ് എ മലയാളം ഫിലിം. സോ പാതാൾ ലോക് സീസൺ 2 നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. സീസൺ 1 കണ്ടിട്ടില്ലെങ്കിൽ കാണുക. യു ലവ് ഇറ്റ്. ആമസോൺ പ്രൈമിലുണ്ട് ഗൈസ്, ഡബ്ഡ് വേർഷൻ, മലയാളത്തിൽ വരെ ഡബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പോയി കാണുക.